കാർഡിന്റെ വെബ്സൈറ്റ് ആണിത്. ഇതിനകത്ത് ഒരുപാട് വേക്കൻസികൾ കാണിക്കുന്നുണ്ട്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ശ്രദ്ധിക്കണം, ഇവിടെ എഴുതിയിട്ടുണ്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. കാർഡിന്റെ റിക്രൂട്ട്മെന്റിന്റെ വെബ്സൈറ്റ് ആണിത്. ഇതിനകത്ത് ഒരുപാട് വേക്കൻസികൾ പറയുന്നുണ്ട്. ഒരുപാട് വേക്കൻസികൾ നിങ്ങൾ ഇതിനകത്ത് സെർച്ച് ചെയ്യണം. ചില പഴയ, അതായത് പറയുമ്പോഴത്തേക്ക് പഴയ വേക്കൻസികളും ഉണ്ട്, പുതിയതുമുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്യണം. ഇവിടെ ഈ 0KV എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വേറൊരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ആ വേക്കൻസി ഇല്ലെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ 0KV എന്ന് നിങ്ങൾ ഏത് കാണുന്നോ അതിനകത്ത് ക്ലിക്ക് ചെയ്യല്ലേ, ആ വേക്കൻസി ഇല്ല. ബാക്കി നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസികൾ ഇവിടെ ഉണ്ട്. 1 ജാനുവരി എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞു പോയ വേക്കൻസി. അപ്പൊ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്തൊരു വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഞാൻ തരുന്ന ഈ ലിങ്ക് കീപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ 15 ദിവസം കൂടുമ്പോൾ ഇതിൽ പോയി ചെക്ക് ചെയ്യണം. ഇതിനകത്ത് പുതിയ വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ തന്നെ ഇപ്പൊ തന്നെ വേക്കൻസികളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ഒരു വേക്കൻസി ഇതിനകത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുക, അവിടെ പുതിയ വേക്കൻസി വന്നിട്ടുണ്ടോ. അപ്പം എല്ലാ തരത്തിലുള്ള വേക്കൻസികളും ഇതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് വരുന്ന വേക്കൻസികളെല്ലാം നല്ല വേക്കൻസികളാണ്. പക്ഷെ ചില വേക്കൻസികളുണ്ട്, ഡെപ്യൂട്ടേഷനിലുണ്ട്, കോൺട്രാക്ട് ബേസിസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ജോലി ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഡെപ്യൂട്ടേഷന് കിട്ടിയാൽ എന്താ, കോൺട്രാക്ട് ബേസിസ് കിട്ടിയാൽ എന്താ, ആധാർ കാർഡിന്റെ ആധാർ കാർഡിന്റെ ജോബാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ ജോബാണ്. അപ്പം അത് ചെയ്യുന്നത് ഡെപ്യൂട്ടേഷൻ ആണോ കോൺട്രാക്ട് ആണോ എന്ന് നമുക്ക് ജോലി ഇല്ലെങ്കിൽ, ജോലിയുള്ള ഒരു ജോലി കളഞ്ഞിട്ട് ഇതിനകത്ത് വരല്ലേ. എപ്പം നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബ് ഇതിനകത്ത് വരുന്നോ അത് മാത്രമേ നിങ്ങൾ അപേക്ഷിക്കാവുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും പറയുന്നു കാര്യം. അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് നിങ്ങളുടെ ഒരു വേക്കൻസിയിൽ പറ്റിയ ജോബ് കണ്ടുപിടിച്ച് നിങ്ങൾ അപേക്ഷിക്കണം. അപ്പൊ നിങ്ങൾ ഇത് തള്ളിക്കളയല്ലേ. ഇത് ഡെപ്യൂട്ടേഷൻ ആണ് അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസ് ഇത് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് തള്ളിക്കളയല്ലേ. അപ്പൊ ഇവിടെ ഒരുപാടുണ്ട്. ഇത് വരുന്നുണ്ട് ഏപ്രിൽ, അതായത് ഇവിടെ ഈ ഡേറ്റ് കാണിക്കുന്നുണ്ട്. വേക്കൻസി സർക്കുലർ ഫോർ ഫില്ലിംഗ് അപ്പ് ദ പോസ്റ്റ് ഓഫ് സീനിയർ അക്കൗണ്ട് ഓഫീസർ അറ്റ് ദ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസ് ഗുവാഹട്ടിയുടെയാ. ഇതിനകത്ത് ഹൈദരാബാദിന്റെ ഉണ്ട്. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ബോംബെ, ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾ ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വേക്കൻസി വരുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ഒരു സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഇതിന്റെ ആദ്യത്തെ പേജിൽ വരുന്നത് പുതിയ വേക്കൻസികളായിരിക്കും. ഇടയ്ക്ക് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് ഇത് 14 ഏപ്രിലിലെ വേക്കൻസിയാണ് ഈ വരുന്നത്. അക്കൗണ്ട് ഓഫീസറിന്റെ വേക്കൻസിയാണ് ഇത്. 14 ഏപ്രിലിന്റെ വേക്കൻസിയാണ് വരുന്നത്. അപ്പം മാർച്ചിലെ ഏപ്രിലിലെയൊക്കെ വേക്കൻസി ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ചില വേക്കൻസികൾ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമസ്കാരം കൂട്ടുകാരെ, ആധാർ കാർഡ് ഓഫീസ് ന്യൂ റിക്രൂട്ട്മെന്റ് 2025 നോട്ടിഫിക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നേരത്തെ കാണിച്ച ആ കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെ അതിനകത്ത് സെർച്ച് ചെയ്യുന്നതും. ആധാർ കാർഡ് റിക്രൂട്ട്മെന്റ് 2025 വെൽക്കം ആൾ ഓഫ് യു ടു ദ എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കണം. അപ്ലൈ ഓൺലൈൻ ഫോർ ദ പോസ്റ്റ് ഓഫ് 2025. അപ്പം ഇതിനകത്ത് ഒരുപാട് വേക്കൻസികളുണ്ട്. ഈ വേക്കൻസികൾ ഇതിനകത്ത് മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കും. ഇവർ വേക്കൻസി തന്നു കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ ഡിലീറ്റ് ചെയ്യത്തില്ല. അതിന്റെ നമ്മൾ ഡേറ്റ് ആണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഇതിനകത്തുള്ള വേക്കൻസി നോക്കുക. ഇതിനകത്ത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് 12th ഗ്രാജുവേറ്റ്, VE, VTech, ME, MTech, MCA എല്ലാവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. അതിനൊക്കെയുള്ള മൾട്ടിപ്പിൾ വേക്കൻസിയാണ് ഇതിന്. പോസ്റ്റിന് മൾട്ടിപ്പിൾ പോസ്റ്റ് ആണ്. ആപ്ലിക്കേഷൻ മോഡ് ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ അവിടുന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം അതിന്റെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ലിങ്കിൽ എങ്ങനെ പോകും, അവിടുന്ന് നമ്മൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കാണിക്കുന്നതാണ്. ഹൂ ക്യാൻ അപ്ലൈ, ആൾ കാൻഡിഡേറ്റ് കാൻ അപ്ലൈ. മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഇന്ത്യയിലുള്ള ഏത് കാൻഡിഡേറ്റിനും, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ആൾറെഡി ഇപ്പോഴേ സ്റ്റാർട്ടഡ് ആയിരിക്കുകയാണ്.
അത് കണക്ക് തന്നെ ഇത് മാർച്ച് 25 വരെയാണ് ഇവർ പറയുന്നത്. ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നത് മാർച്ച് 25 വരെയാണ്. പക്ഷെ ഏപ്രിലിലെ ഉണ്ട്. ഇവർ ഇത് കണക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ സമയം. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ചില പോസ്റ്റുകൾ ഡെപ്യൂട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ചില പോസ്റ്റുകൾ കോൺട്രാക്ട് ബേസിലുള്ളതാണ്. നിങ്ങൾ അതിൽ ജോലി നിങ്ങൾക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കണം. കിട്ടിയാൽ നല്ലൊരു കാര്യമാണ്. സാലറി 67,700 തൊട്ട് സ്റ്റാർട്ടിങ് സാലറി ഉണ്ട്. ഏജ് ലിമിറ്റ് 18 വയസ്സ് തൊട്ട് 56 വയസ്സ് വരെ ഇതിനകത്ത് അപേക്ഷിക്കാം. 18 വയസ്സ് തൊട്ട് നിങ്ങൾക്ക് 56 വയസ്സ് വരെ അവർ പറയുന്ന ചില പോസ്റ്റുകൾ 56 വയസ്സ് വരെയും, ചിലത് 50 വയസ്സ് വരെ. അത് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾ പർട്ടിക്കുലർ പോസ്റ്റിൽ പോയി അത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെലക്ഷൻ പ്രോസസ് എക്സാമില്ല, ഡയറക്റ്റ് സെലക്ഷൻ ആണ്. നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങളെ സെലക്ട് ചെയ്യും. ആധാർ കാർഡ് റിക്രൂട്ട്മെന്റ് 20-25. ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ ഒരു ആപ്ലിക്കേഷനും ഇത് അപേക്ഷിക്കുന്നതിന് കൊടുക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോബ്ലെസ് ആയിരിക്കുന്നവര് നിങ്ങൾ ചിന്തിക്കൽ ഇത് ഡെപ്യൂട്ടേഷൻ ആണ് അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിലുള്ള ജോബാണ് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് ഇതിൽ കാണുന്നത്. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് 2-3 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അപ്ലൈ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇത് വിട്ടുകളയല്ലേ. നിങ്ങൾ ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസ് ആണെന്നും പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ചെലവുമില്ല. നിങ്ങൾക്ക് ഇത് അതായത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അപേക്ഷിക്കുന്നതിനുള്ള ഒരു പോസ്റ്റിന്റെ പോസ്റ്റ് നിങ്ങൾ അയക്കുന്നതിനുള്ള ചെലവേ ഉള്ളൂ, അല്ലാതെ ഒരു ചെലവുമില്ല. അപ്പം ഇത് മിസ്സാക്കി കളയല്ലേ. നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതുകൂടാതെ ഞാൻ പറയാൻ പോകുന്നത് ഇത് ഇവിടെ ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല, ഓഫ്ലൈൻ ആണ്. അതിന്റെ ആ വെബ്സൈറ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ എത്രയൊക്കെ വീഡിയോയിൽ പറഞ്ഞാലും നിങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. ഞാൻ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ താഴോട്ട് നോക്കുക. വീഡിയോ കാണുന്നതിന്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇതിന്റെ അതായത് ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിലേക്ക് പോകുവാനുള്ള ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എവിടെ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ പോയി പേസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് ചിലർക്ക് അത് അറിയത്തില്ല. ഡിസ്ക്രിപ്ഷനിൽ പോയ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വേക്കൻസി സർക്കുലർ ഫോർ ഫില്ലിംഗ് അപ്പ് ദ പോസ്റ്റ് ഓഫ് സീനിയർ അക്കൗണ്ടന്റ് ഓഫീസർ അറ്റ് ദ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI റീജിയണൽ ഓഫീസ് ഗുവാഹട്ടിയുടെ വേക്കൻസി ആണ്. ചിലയിടത്ത് ഞാൻ ബാംഗ്ലൂരിന്റെ വേക്കൻസി ഉണ്ട്, ചിലയിടത്ത് ചെന്നൈയുടെ വേക്കൻസി ഉണ്ട്. അപ്പൊ ഞാൻ കേരളത്തിൽ ഞാനൊന്നും കണ്ടില്ല, അതുകൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അപ്പൊ നിങ്ങൾ ഈ പർട്ടിക്കുലർ സപ്പോസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും വെച്ച് ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഈ ഒരു ഡൗൺലോഡ് ലിങ്കിൽ എവിടെങ്കിലും 0 കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഈ കാണിക്കുന്നത് 0 എക്സ്റ്റൻഡ് വേക്കൻസി സർക്കുലർ ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ ആൻഡ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ UIDAI റീജിയണൽ ഓഫീസ് മുംബൈയുടെയാണ്. പക്ഷെ ഇതിന്റെ 1 ജാനുവരിക്ക് ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞുപോയി. പക്ഷെ ഇവിടെ 0 ഈ 0യിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത വേറൊരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പം 0 എവിടെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇതാണ് നിങ്ങൾ സപ്പോസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വേക്കൻസി സർക്കുലർ ഫോർ ഫില്ലിംഗ് അപ്പ് ദ പോസ്റ്റ് ഓഫ് സെക്ഷൻ ഓഫീസറുടെ ഇത് 0 വന്ന് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക. നേരത്തെ ഞാനൊരു വേക്കൻസി സർക്കുലർ ഫോർ ദ ഫില്ലിംഗ് അപ്പ് ദ പോസ്റ്റ് ഓഫ് സീനിയർ അക്കൗണ്ട് ഓഫീസർ അറ്റ് ദ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ഡൗൺലോഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ അതായത് നമുക്ക് റെഫർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ വെബ്സൈറ്റിലെ അവരുടെ നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇവിടെ വരുന്നു. ഇവിടെ പറയുന്നുണ്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI അവരുടെ ഇതാണ്. അപ്പം ഫെബ്രുവരി 10-ാം തീയതിയാണ് ഈ സർക്കുലർ ഇത് ഔട്ടായത്. അപ്പം ഇവിടെ പറയുന്നുണ്ട് ഇൻവൈറ്റ് ഇൻ ആപ്ലിക്കേഷൻ
ഓൺ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഇവിടെ അതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇത് കണക്ക് തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇവിടെ പേ സ്കെയിൽ എന്നാന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്നാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഇത് എങ്ങനെ അയക്കേണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവിടെ എല്ലാം പറയുന്നുണ്ട്. അവിടുന്ന് നിങ്ങൾ താഴോട്ട് വരിക. താഴോട്ട് നിങ്ങൾ താഴത്തെ പേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ആ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് അയച്ചാൽ മതി. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഇതിനകത്തുണ്ടെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. കാര്യം ഇത് പെർമനന്റ് ജോബ് അല്ലാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെ ഇവിടെ ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയാത്തത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യണം. ഇവിടെ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഫോർവേഡിങ് അതോറിറ്റിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ എന്നെക്കാട്ടി പഠിപ്പുള്ളവരും അറിവുള്ളവരുമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് കണക്ക് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ ഒരു വേ നിങ്ങളെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ആ വേ എന്ന് പറയുന്നത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല, ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഇത് അത്യാവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.